ടി ജി, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഈ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ, അത് പി ടി ചാക്കോയുടെ ആയിക്കോട്ടെ, അന്ന് ഒരു മന്ത്രിസഭ തന്നെ താഴെ വീഴുന്ന അവസ്ഥയിലേക്ക് പിന്നീട് അത് മാറി, കേരള കോൺഗ്രസ് എന്നുള്ള പുതിയ പാർട്ടി ഉണ്ടാകേണ്ടി വന്നു, അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ അതൊരു സ്കാൻഡൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് അങ്ങനെ ഒരു പ്രശ്നം, ഹൂ കെയേഴ്സ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. ഒപ്പം ഈ ഒരു കാലത്ത് കോൺഗ്രസ്സിൽ ഉയർന്നു വന്ന ഹരിത MLA മാർ ഈ മാങ്കൂട്ടത്തിന് പിന്തുണയായി നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. എന്ത് തോന്നുന്നു? അല്ല, ഈ ഇന്നത്തെ കാലത്ത് എൻ്റെ ഒരു മൂല്യം വെച്ച് നോക്കിയാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഭരണമാതിരിയുള്ള എന്ത് കുഴപ്പം ചെയ്തു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ചെറുപ്പത്തിൻ്റെ സഹജമായ കുറേ ചാറ്റുകൾ അത് ഇതൊക്കെ നടത്തി. അത് ഇന്നത്തെ കാലത്ത് അത് വലിയൊരു കാര്യമൊന്നുമല്ല. പണ്ട് കാലത്ത് ഈ മൊബൈൽ ഉണ്ടായിരുന്നില്ല, ഇത്തരം പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആരും ചാറ്റ് ചെയ്തിരുന്നില്ല. അതിന് പകരം കൂടെയുള്ളവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. തോമസ് ഒന്ന് നോക്കടോ ആരാ പോയത്, അതൊന്നും അവിടെ ഒന്നും നോക്കണ്ട, അവരൊക്കെ വലിയ ആൾക്കാരാണ്. ഞാനും ഒരു വലിയ ആളല്ലേ, താൻ പോയി നോക്ക്. ഇങ്ങനെയാണ് മന്ത്രിമാർ MLA മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഇതില്ല, മെസ്സേജ് കൊടുക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ ഈ ഹംസങ്ങൾ വഴി ഓപ്പറേറ്റ് ചെയ്യുക, അത് വളരെ ഗോപ്യമായിട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്ത ആൾക്കാരാണ് നമ്മളുടെ ഗൗരിയമ്മയും ടി വി തോമസും. അവർക്ക് രണ്ടുപേർക്കും അടുത്തടുത്ത ബംഗ്ലാവാണ് അലോട്ട് ചെയ്തത് EMS മന്ത്രിസഭയിൽ. ടി വി തോമസ് പുറകിൽ ഒരു ചെറിയ ഗേറ്റ് പണിഞ്ഞു, മതിൽ ചാടാൻ കഴിയില്ല, എന്നിട്ട് ഒരു ഗേറ്റ് പണിയിച്ചു. ആ ഗേറ്റ് തുറന്നിട്ട് അപ്പുറത്തേക്ക് പോവുക, അതായത് ടി വി തോമസിൻ്റെ ഏർപ്പാട്. ഒടുവിൽ MN ഗോവിന്ദൻ നായരാണ് ഇവരെ ശാസിച്ചിട്ട്, ഇത് എന്തൊരു തെമ്മാടിത്തരാണ്, നിങ്ങൾ കല്യാണം കഴിക്കുക. ഗൗരിയമ്മയ്ക്ക് അറിയാം ടി വിക്ക് വേറൊരു ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടെന്നറിയാം. എന്നിട്ടും ഗൗരിയമ്മ കല്യാണം കഴിച്ചു. എന്നാൽ ഗൗരിയമ്മയുടെ ആത്മകഥ എടുത്ത് നോക്കുക. ആത്മകഥയുടെ ആദ്യ ഭാഗം ഇറങ്ങിയിട്ടുള്ളൂ, രണ്ടാം ഭാഗം പാർട്ടി ഇറക്കാൻ സമ്മതിച്ചില്ല. പിന്നെ പാർട്ടി വിട്ട് കഴിഞ്ഞിട്ട് ഗൗരിയമ്മ ആ രണ്ടാം ഭാഗം എഴുതി തയ്യാറാക്കാനായിട്ട്, അപ്പോഴത്തേക്ക് ഗൗരിയമ്മയ്ക്ക് സ്വന്തമായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടായി, ഒരാളെ വെച്ച് എഴുതാനൊക്കെ തുടങ്ങി, അതെങ്ങും എത്തിയില്ല. ഈ ഒന്നാം ഭാഗത്തിൽ ഗൗരിയമ്മ ഉപേക്ഷിച്ച ഒരാളിനെ പറ്റി പറയുന്നുണ്ട്. ജാതി മാച്ചാവുന്നില്ല, അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചു. ജാതി വ്യത്യാസമുള്ളതുകൊണ്ട്, അയാൾ ഹിന്ദു ആയിരുന്നു, ജാതി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ആ ഗൗരിയമ്മ മതവ്യത്യാസം വരെയുള്ള ടി വി തോമസിന് വേറെ ബന്ധമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇത് മനുഷ്യൻ്റെ മനസ്സിലെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്രവചനാതീതമാണ്. ഞാനാകെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ വലിയ പെർഫോമൻസൊക്കെ നടത്തിയ രാഷ്ട്രീയക്കാർ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ജോസ് തെറ്റയിലിൻ്റെ വീഡിയോ പുറത്തു വന്നിരുന്നു, അതും മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായിട്ട്. ആ പെൺകുട്ടി ട്രാപ്പ് ചെയ്താണ്. വീഡിയോ ക്യാമറ വെച്ച് ഇങ്ങനെ വിളിച്ച് വരുത്തിയിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് അത് പുറത്ത് വിട്ടു. വാട്ട് എ നാസ്റ്റി തിങ്. അതുമായിട്ട് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു മൈനർ അഫെയറാണ്. പിന്നെ പുറത്തു വന്ന ശബ്ദരേഖ, ടി വിക്കാർ തന്നെ പറയുന്നു, സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ശബ്ദം മാറ്റിയാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ ശബ്ദരേഖ നമ്മളാരും കേട്ടിട്ടില്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ശബ്ദരേഖയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ചാനലുകാർ തന്നെ സമ്മതിക്കുന്നു. പക്ഷെ സൗണ്ട് മാറ്റിയതാണത് ആക്ച്വലി. അതെ, ശബ്ദം മാറ്റി, സൗണ്ട് മാറ്റി, ഒറിജിനൽ സൗണ്ട് വേറെയാണ്. ഇങ്ങനെ സൗണ്ട് ട്രാക്ക് ഉണ്ടാക്കാൻ ആർക്കാ പറ്റാത്തത്? ഒരു വശത്ത് ഒരു പെൺകുട്ടിയും മറുവശത്ത് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് 3-4 ആപ്പിലൂടെയൊക്കെ കടത്തി വിട്ടിട്ടൊരു സംഭാഷണം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ടെക്നോളജി അറിയാവുന്നവർ പറയുന്നതും ചാനലുകാർ വിളിച്ചു പറഞ്ഞു. ഞങ്ങളത് ഉപയോഗിച്ചിട്ട് ഇവരുടെ ശബ്ദം മാറ്റി. ഇതൊക്കെ എത്ര കണ്ട് വസ്തുതയുണ്ട് ഇതിൽ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു
വാസ്തവം പറഞ്ഞാൽ അതൊരു ഇൻസൈഡർ ജോബായിരുന്നു. കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് ഉള്ള പ്രഷർ കൊണ്ടും അത് വിളിച്ചു പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ പുറത്ത് MLA സ്ഥാനം രാജിവെക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇതേ പുണ്യവാളന്മാർ നമുക്ക് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു ഭരണഘടനാ ഭേദഗതിയുണ്ട് ഇപ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് മന്ത്രി, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രി ഈ കാറ്റഗറിയിലുള്ളവർ 30 ദിവസം ജയിലിൽ കിടന്നാൽ 31-ാം ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് മന്ത്രിസ്ഥാനം പോകും. അത് പറ്റില്ല, അതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ജയിലിൽ പോയിട്ടില്ല, സമൻസ് ഇല്ല, FIR ഇല്ല, അന്വേഷണമില്ല, വെറും അപവാദം മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഈ ചെറുക്കൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നു. അതിൻ്റെ വൈരുദ്ധ്യം ഒന്ന് ആലോചിച്ച് നോക്കി. മറ്റേ പുള്ളി പറഞ്ഞത് MLAക്കോ MP ക്കോ ബാധകമല്ല, മന്ത്രിമാർക്ക് ബാധകമായൊരു നിയമമാണ്. അതും ജയിലിൽ കിടക്കുക കണ്ടിന്യൂസ് ആയിട്ട് 30 ദിവസം. 15 ദിവസം ഒരാൾ ജയിലിൽ കിടന്നു, ജാമ്യം കിട്ടി പുറത്ത് വന്നു. വേറൊരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നു, വീണ്ടും 15 ദിവസം ജയിലിലാവുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഇയാൾ രാജിവെക്കേണ്ട. തുടർച്ചയായിട്ട് 30 ദിവസം ജയിലിൽ കിടന്നാൽ മാത്രം രാജിവെച്ചാൽ മതി. അത് സമ്മതമല്ല എന്ന് പറഞ്ഞ ആൾക്കാർ അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കണമെന്ന് പറയുന്നു. ഇതെങ്ങനെ പൊരുത്തപ്പെടും എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഇതിനൊന്നും ഒരു യുക്തിയുമില്ല, ഒരടിസ്ഥാനവുമില്ല. ഒരു ബഹളം ചാനലുകാരങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഒരാളെ രാജിവെപ്പിച്ച് അടങ്ങും എന്നുള്ള സ്ഥിതിയാണ്. ഞാൻ അയാൾ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുകയൊന്നുമല്ല. ബട്ട് ആ പ്രവൃത്തി മറ്റുള്ളവരുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നിസ്സാരമായൊരു കാര്യമായിട്ട് തോന്നുന്നു. അതാണ്. നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുന്നത് കുറ്റകരമല്ലേ? ആണ്. ഇത് നിർബന്ധിച്ചതല്ലേ ഉള്ളൂ, ചെയ്തൊന്നുമില്ലല്ലോ. ആ പെൺകുട്ടി സമ്മതിക്കുന്നില്ല, ഞാൻ വളർത്തിക്കൊള്ളാം. ഇത് സാധാരണ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന സംഭാഷണങ്ങളൊക്കെയാണ് ഇവർ തമ്മിൽ നടന്നിട്ടുള്ളത്. ഞാൻ ബാൽക്കണിയിൽ നിന്നെടുത്ത് ചാടിക്കളയും, അയാൾ ചാടുന്നെങ്കിൽ ചാടിക്കോ, ഞാനവിടെ വരുന്നു, എനിക്ക് തന്നെ കാണണം. താൻ വരുന്നത് എന്നെ കൊല്ലാനല്ലേ, തന്നെ കൊല്ലാൻ എത്ര നേരം വേണോ, അത് കളാ എന്നീയാൾ. ഇപ്പോൾ ഇത് വധഭീഷണി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ചാനലുകൾ പൊലിപ്പിക്കുകയാണ്. വധഭീഷണിയും തേങ്ങക്കൊല്ലയൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം മറ്റേതിന് മറുപടി ആയിട്ടാണ് പറഞ്ഞത്. അത് പക്ഷെ ആ ചോദിച്ച കാര്യം അത് സംഭാഷണത്തിനിടയ്ക്ക് അത് പറയുമ്പോൾ എന്നെ കൊല്ലാൻ അങ്ങനെ ഒരു സംഭാഷണമാണത്. അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് തന്നെ ഞാൻ ഏത് നിമിഷവും കൊന്നുകളയും, സെക്കൻഡ് മതി എനിക്ക് കൊല്ലാൻ, അങ്ങനെ ഒരു ഭീഷണി അല്ല അത്. ബോത്ത് വെയർ ഫ്രസ്ട്രേറ്റഡ്, ദ ഗേൾ ആസ് വെൽ ആസ് രാഹുൽ. രണ്ടുപേരും വളരെ കുഴപ്പത്തിലായി. കുഴപ്പത്തിലായി കഴിഞ്ഞപ്പോൾ ഇതിന്ന് ഊരാനും മാർഗ്ഗമില്ല. രാഹുലിനെ ഇയാളെ കല്യാണം കഴിക്കണമെന്നുള്ള ഉദ്ദേശവുമില്ല. ഈ ഉദ്ദേശമില്ല എന്ന് നേരത്തെ ഇയാൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ബന്ധം മുന്നോട്ട് പോകുമായിരുന്നില്ല. ബട്ട് ആ സമയത്ത് അത് പറയും. അങ്ങനെയാണ് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ. വിവാഹ വാഗ്ദാനം വരുമ്പോൾ മാനത്തുനിന്ന് അമ്പിളിമാമനെ കൊണ്ടുവന്ന് തരാമെന്ന് പറയും, ഇല്ലേ? അപ്പോൾ അതാണ് ആ സമയത്ത്. ഇപ്പോൾ വിവാഹം, ഇപ്പോൾ 2 കല്യാണം കഴിക്കാമല്ലോ, നീ കയറ്, വാ നമുക്ക് പോവാം, ഇതാണ് സ്റ്റൈല്. അപ്പോൾ അന്നേരം കൊടുക്കുന്ന വാഗ്ദാനത്തിനൊക്കെ അത്രയ്ക്കൊക്കെ വിലയേ ഉള്ളൂ. ഇത് പെൺകുട്ടികൾക്കും അറിയാം, ഇതിങ്ങനെ കല്യാണമൊന്നും കഴിക്കില്ല എന്നറിയാം. ഇപ്പോൾ സെലിബ്രിറ്റി ഒരാൾ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുണ്ട് എന്ന് വരുത്താനായിട്ട് ഇവരും താല്പര്യമെടുക്കും. അങ്ങനെയാണ് ഈ ഒന്നിലധികം പെൺകുട്ടികളൊക്കെ പോകുന്നത്. പെൺകുട്ടികളും ഒരു സെലിബ്രിറ്റി, അത് സിനിമയാകാം, രാഷ്ട്രീയമാകാം, അപൂർവം ചിലരൊക്കെ സാഹിത്യകാരന്മാരുടെയും കാര്യങ്ങളിലെയൊക്കെ പിന്നാലെ കൂടാറൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനൊരു സംഗതിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. പക്ഷേ സ്വന്തം പാർട്ടിയിലെ യുവ നേതാക്കൾക്ക്, വനിതാ നേതാക്കൾക്ക് പോലും ഇയാളെ കൊണ്ട് ശല്യമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ അങ്ങനെയാണെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കാൻ മാർഗമുണ്ട്. ഈ ശല്യം എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഒരാൾക്ക് ശല്യം ചെയ്യാൻ പറ്റുക? രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായിട്ട് ഏതെങ്കിലും സ്ത്രീയെ കയറി പിടിച്ചു എന്ന് ആരുടെയും കംപ്ലൈൻ്റ് ഇല്ല. ഓഫീസിൽ വെച്ച് ഉപദ്രവിച്ചു എന്നില്ല. പൊതു രംഗത്ത് പരിപാടികളിലോ അവിടെ ഇവിടെ വെച്ച് ആരെങ്കിലും ഉപദ്രവിച്ചു എന്ന് അങ്ങനെയില്ല. അപ്പോൾ പിന്നെ എന്താ ഇതുപോലെ മെസ്സേജ് അയക്കുന്നു? ഈ മെസ്സേജ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം.
എന്താ അത് ഉപയോഗിക്കാത്തത്? ബ്ലോക്കിംഗ് ഫെസിലിറ്റി എല്ലാത്തിലും ഉണ്ടല്ലോ. ഫേസ്ബുക്കിലുണ്ട്, വാട്സാപ്പിലുണ്ട്, സകലതിലും ബ്ലോക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരാളിനെ. അപ്പോൾ അതിങ്ങനെ വെറുതെ പരത്തി പറയുന്നു, ഇയാളെ കൊണ്ട് കിടക്കപ്രതിയില്ല എന്നൊക്കെ പറയുന്നത് ഒരു പറച്ചിലാണത്. ഈ ഒരാൾ വീഴുമ്പോൾ ഒരുപാട് പേർക്ക് ഇതൊക്കെ പറയാനൊക്കെ ഉണ്ടാവും. അതാണ് ഞാനിതൊരു ഇൻസൈഡർ ജോബാണെന്ന് സംശയിക്കാൻ കാരണം. ഇൻസൈഡർ ആണെങ്കിൽ തന്നെ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾക്ക് ബന്ധമുണ്ടാവുമോ? അങ്ങനെ ആയിരിക്കുമോ? ഉണ്ടാവണം. ഈ കോൺഗ്രസ് എന്നാണ് ഇത്ര വലിയ പുണ്യവാളന്മാരായത് എനിക്കറിയില്ല. കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് നെഹ്റുവിയൻ വിഭാഗം, നെഹ്റുവിന് ഇല്ലാത്ത ഇല്ലിജിറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എഡ്വിൻ ആ മൗണ്ട് ബാറ്റനുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ എഡ്വിനയ്ക്ക് അതിൽ പരാതിയില്ല, മൗണ്ട് ബാറ്റന് പരാതിയില്ല, പിന്നെ നാട്ടുകാർക്ക് എന്താ പരാതി? അങ്ങനെ തുറന്നു. അതുകൂടാതെ വേറെയും നെഹ്റുവിൻ്റെ ഒരുപാട് ലിസ്റ്റിൽ മറ്റ് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നു മുതൽ തുടങ്ങിയ ഒരു നെഹ്റുവിയൻ കോൺഗ്രസ് പാരമ്പര്യം പലരും പിന്തുടരുന്നു. അപ്പോൾ അത് ചിലരൊന്നും അത് ചെയ്യുന്നില്ല. ഇതിന് മാന്യന്മാരില്ലേ ഉണ്ട്. ബട്ട് ഈ ചാനലിൽ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ ചീത്തയാണെന്ന് എല്ലാവരും കൂടെ ധരിക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അത് ഒട്ടും ശരിയല്ല. ഈ ചാനലിലിരിക്കുന്ന യോഗ്യന്മാരുടെ പേരിൽ എത്ര FIR ഉണ്ട് കേരളത്തിൽ? എത്ര ചാനലിലെ എത്ര ആൾക്കാരുടെ പേരിൽ ഇതേപോലെ സ്ത്രീ സംബന്ധമായിട്ട് അവരെ ചീത്ത പറഞ്ഞു, മദ്യപിച്ച് ചീത്ത പറഞ്ഞു, മദ്യപിക്കാതെ പറഞ്ഞു, അവരെ ഒതുക്കി വിതുക്കി, അവരെ തൊട്ടു തലോടി തോണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ആ യോഗ്യന്മാർ ഇതൊക്കെ പൂഴ്ത്തി വെച്ചിട്ട് അവർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൂക്കിക്കൊല്ലാനായിട്ട് പുറപ്പെടുകയാണ്. അതേ ഉള്ളൂ എനിക്ക്. ഞാൻ എഗെയിൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞാൻ ന്യായീകരിക്കുകയല്ല. ബട്ട് അയാൾ ഈ കൂട്ടത്തിലൊരാളാണ്. അയാൾ എക്സെപ്ഷനാണെന്ന് വിചാരിക്കരുത്, അയാളാണ് റൂൾ. എക്സെപ്ഷൻസ് വളരെ കുറവേ ഉള്ളൂ. ബട്ട് ചാനലിൽ പേര് വന്ന് നാറ്റിച്ച് ഒരാളിനെ രാജിവെപ്പിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. VD സതീശൻ എന്ന് പറഞ്ഞു, എങ്ങനെ നിന്നാൽ ഞങ്ങൾക്കും പറയാനുണ്ട് എന്നുള്ള, അതായത് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചത്. ഭീഷണിയുടെ സ്വരമായിരുന്നില്ല, ഭീഷണി തന്നെയായിരുന്നു അത്. അങ്ങേര് കാളയും കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നു. പിന്നെ CPM അങ്ങനെ സൂചിക്കേണ്ട വെച്ചിട്ടുണ്ട് ഞാൻ. കേരളം ഞെട്ടിക്കുന്ന വാർത്ത വരുന്നൊക്കെ. ഇത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ആ സസ്പെൻസ് അങ്ങ് പോയി. ഇതാരും അറിയാതെ ഒരു ദിവസം പൊട്ടിപ്പുറപ്പെടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സസ്പെൻസും ആളുകളും ഞെട്ടലും. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ വാർത്ത വന്നു കഴിഞ്ഞാൽ MP ഗോവിന്ദൻ പറയും, ഇത് എന്നാൽ സതീശൻ പറഞ്ഞു. അത് തന്നെ, സതീശൻ ഒരുക്കി അയച്ച ആളാണ്, പോയി പണി നോക്കാൻ പറ, ഞാനതിലൊന്നും കുലുങ്ങാൻ പോണില്ല എന്ന് പറയും. ഇതാണ് ആരാണെങ്കിലും പറയും, സതീശൻ ഓർഗനൈസ് ചെയ്താണ്. സതീശൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, ഞാൻ ചിലതൊക്കെ റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട് നോക്കിക്കോ എന്ന് പറഞ്ഞതാണല്ലോ. എന്താ സതീശൻ ഇങ്ങനൊരു വിഡ്ഢിത്തരം കാണിക്കാൻ എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ഒരാവേശത്തിൽ പറഞ്ഞു പോയായിരിക്കണം. ഏതായാലും ആ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇനി ആ പടക്കം പൊട്ടാൻ പോകുന്നില്ല, ചീറ്റിപ്പോവും. അതിൻ്റെ സസ്പെൻസ് എലമെൻറ്റ് കളഞ്ഞില്ലേ, മഹാമണ്ഡത്തരമായി ഉപയോഗിച്ചത്. ഇതിപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. MLA സ്ഥാനം ഒരു ഓഫീസല്ല, അത് ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. മന്ത്രിയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഒരു ഓഫീസാണ്, മിനിസ്റ്റേഴ്സ് ഓഫീസ്. MLAയുടെ ഓഫീസ് എന്നൊക്കെ എഴുതി വയ്ക്കുമെങ്കിലും അത് ലീഗലി ഒരു ഓഫീസല്ല. ഹീ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ റെസ്പെക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസി. MLAയുടെ ജോലി എന്താ? നിയമനിർമ്മാണമാണ് MLAയുടെ ജോലി. അല്ലാതെ പാലവും റോഡും ഉണ്ടാക്കലൊന്നും MLAയുടെ ജോലിയല്ല. MLA വിചാരിച്ചാൽ നടക്കില്ല. ആൾക്കാരുടെ അന്ധവിശ്വാസമാണ് MLAയ്ക്ക് ആ കഴിവുണ്ടെന്നൊക്കെ. പലരുടെയും കാല് പിടിച്ച് എന്തെങ്കിലും വല്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാല് പിടിക്കാനൊക്കെ MLA ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ഒഫീഷ്യലി വെൻ ദ പവർ ഫ്ലോസ് ഇറ്റ് ഡസൻറ്റ് ഫ്ലോ ത്രൂ MLA, ഇറ്റ് ഫ്ലോസ് ത്രൂ ഡിസ്ട്രിക്ട് കളക്ടർ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഇങ്ങനെയാണ് പവറും മണിയും ഫ്ലോ ചെയ്യുന്നത്. അതിൽ MLAയ്ക്കോ MP-ക്കോ ഒരു റോളുമില്ല. അതുകൊണ്ടാണ് MLA ഫണ്ട് MP ഫണ്ടെന്ന് പറഞ്ഞ് വേറെ കാശ് അവർക്ക് കൊടുക്കുന്നത്. എന്തെങ്കിലും പണി ചെയ്ത് വല്ല ഹൈ മാസ്റ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കാശുണ്ടാക്കുമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ മെയിൻ പ്രക്രിയയിൽ ഇവർക്ക് പങ്കില്ല. സോ MLA എന്ന് പറയുന്നത് ഒരു ഓഫീസല്ല, റെപ്രസെൻറ്റേറ്റീവാണ്. അത് ഇയാൾ രാജിവെച്ച് കഴിഞ്ഞാൽ
അത് വോട്ട് ചെയ്തവരോട് ചെയ്യുന്ന ഒരു അന്യായമാണ്. ഇപ്പോൾ പബ്ലിക്കിനോട് പലരും അഭിപ്രായം ചോദിച്ചിരുന്നു. പബ്ലിക്കിൽ വളരെ ചുരുക്കം പേര് മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നുള്ളൂ. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണോ വേണ്ടോ എന്നുള്ളത് അവരുടെ പാർട്ടിയുടെ ഇൻറ്റേർണൽ ഒരു തീരുമാനമാണ് താൻ. ഇതാണ് ആ മൊത്തം ബഹളത്തിൻ്റെ ചുരുക്കം ഇത്രയാണ്.